ഇവിടെ മാത്രമല്ല, കൊച്ചിയിലും പലയിടങ്ങളിലും കള്ളവോട്ട് എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. മരടിൽ BJP സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് കള്ളവോട്ട് ചെയ്തെന്നാണ് പരാതി. കൊച്ചി കോർപ്പറേഷനിലെ പുതുക്കല വട്ടത്തും വോട്ടർ ബൂത്തിലെത്തിയപ്പോൾ മറ്റാരോ വോട്ട് ചെയ്തതായി തിരിച്ചറിഞ്ഞു. കോർപ്പറേഷൻ 63-ാം ഡിവിഷനിൽ പ്രവാസിയുടെ പേരിലും കള്ളവോട്ട് നടന്നു. ജിൻസൺ എന്നയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഇതുവരെ പോളിംഗ് 75% എത്തി നിൽക്കുകയാണ്. കോർപ്പറേഷനിൽ 63% ഇതുവരെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ 62% പോളിംഗ് ഉണ്ടായിരുന്നത്. വലിയ പ്രതീക്ഷയോടെ എല്ലാ മുന്നണികളും ജില്ലയിലെ പോളിംഗ് ശതമാനത്തെ നോക്കിക്കാണുന്നു. എങ്ങനെയാണ് വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചത്, ആർക്ക് അനുകൂലമായതാണ് എന്നതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പൊതുവെ ജില്ലയിൽ സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടികൾ. കിഴക്കമ്പലത്ത് മാത്രമാണ് നേരിയ തോതിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായത്. സാബു എം ജേക്കബ് വോട്ട് രേഖപ്പെടുത്താനായി എത്തിയതിനെ തുടർന്നാണ് അവിടെ ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതിനുശേഷം മാധ്യമങ്ങളോട് സാബു സംസാരിച്ചപ്പോൾ CPM-ന്റെയും UDF-ന്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥികളെ പോലീസ് അവിടെ നിന്ന് മാറ്റുകയും സാബു എം ജേക്കബിന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അവസരം ഒരുക്കുകയും ചെയ്തു എന്നതായിരുന്നു ആക്ഷേപം. അതേസമയം കള്ളവോട്ട് ജില്ലയിൽ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പള്ളുരുത്തിയിൽ 63-ാം ഡിവിഷനിൽ പ്രവാസിയുടെ വോട്ട് രേഖപ്പെടുത്താനെത്തിയ ജിൻസൺ എന്ന് പറയുന്ന ആളെ ബൂത്ത് ഏജന്റുമാരുടെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിക്സൺ എന്ന് പറയുന്ന പ്രവാസിയുടെ വോട്ടാണ് മറ്റൊരു ഡിവിഷനിലെ വ്യക്തിയായ ജിൻസൺ വന്ന് രേഖപ്പെടുത്തിയത്. വന്ന വ്യക്തി പെക്സൺ അല്ല, ID പ്രൂഫ് വേറെ കള്ളമായിട്ട് വന്നിരിക്കുകയാണ്. ഈ പെക്സൺ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ഇല്ല, ഷിപ്പിൽ വർക്ക് ചെയ്യണാണ്. മരടിൽ BJP സ്ഥാനാർത്ഥിയുടെ അമ്മയുടെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്തുകയായിരുന്നു. BJP സ്ഥാനാർത്ഥി പ്രദീപിന്റെ അമ്മ മണിയാണ് വോട്ട് ചെയ്യാനെത്തിയപ്പോൾ മറ്റൊരാൾ വോട്ട് ചെയ്തു പോയി എന്ന വിവരം അറിയുന്നത്. ഞാൻ ആധാർ കാർഡും എൻ്റെ നമ്പറും ഒക്കെ കൊടുത്തപ്പം ഇത് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞു എന്നോട്. പുതുക്കല വട്ടത്തും സമാനമായി തന്നെ ജെയ്സൺ എന്ന് പറയുന്ന ആളുടെ വോട്ട് മറ്റൊരാൾ രേഖപ്പെടുത്തി. രണ്ടുപേരും ടെൻഡർ വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ 2 പേർ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യവും എറണാകുളം ജില്ലയിലുണ്ടായി. ഇതൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി തന്നെ നടന്നു. ചില ബൂത്തുകളിൽ മന്ദഗതിയിൽ പോളിംഗ് നടന്നു എന്നൊരു ആക്ഷേപമുണ്ട് മരട് മേഖലയിലൊക്കെ. എന്തായാലും ഏറെ വൈകാതെ തന്നെ പോളിംഗ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.